മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് വിജയത്തിലെത്തിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജോബിന്റെ പുസ്തകം 35 അധ്യായത്തിന്റെ 6 വചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ പാപം ചെയ്തുവെങ്കിൽ അവിടുത്തേക്കെതിരായി നീ എന്തു നേടി? നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ശക്തമായിട്ടുള്ള ഒരു വചനമാണിത്. ചോദ്യം നമ്മളോട് ഓരോരുത്തരോടുമാണ്. വ്യക്തിപരമായി നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണിത്. ചോദ്യത്തിൽ വചനം നമ്മോട് ചോദിക്കുകയാണ്: നീ പാപം ചെയ്തുവെങ്കിൽ അവിടുത്തേക്കെതിരായി നീ എന്തു നേടി? നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും പലപ്പോഴും പാപ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഈ പാപത്തിന്റെ വഴികളിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കും? ദൈവത്തിനെതിരായി നമ്മൾ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നാം പാപം ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുകയില്ല. നഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തിനല്ല നഷ്ടം വരുന്നത്, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് മുമ്പിൽ സംഭവിക്കുന്ന ഒറ്റ കാര്യം, അവിടുത്തെ ഹൃദയം വേദനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ മക്കളായി നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കും. അതും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് തടസ്സമായിട്ട് വരികയും ചെയ്യും. ആത്യന്തികമായിട്ട് പാപം ചെയ്യുമ്പോൾ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നഷ്ടം അനുഭവിക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി നഷ്ടമുണ്ടാകും എന്നതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് മറ്റൊന്നും മറ്റാർക്കും ദൈവത്തിനും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്യാതെ ജീവിക്കുവാനായിട്ടുള്ള, ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ജീവിക്കുവാനായിട്ടുള്ള ഒരു കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, വ്യക്തിപരമായ ജീവിതത്തിൽ പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.